കേരളത്തിന് വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പുതിയ മന്ത്രി വന്നാൽ പുതിയ സ്കൂളുകൾ കൊണ്ടുവരുന്ന കാര്യം താൻ പരിഗണിക്കാമെന്നും ആശാൻ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ചതാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസം എന്താണെന്ന കാര്യത്തിൽ നിരവധി തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ നടക്കുന്ന ചർച്ചകളാണത്. സുരേഷ് ഗോപി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി താരതമ്യപ്പെടുത്തിയാണോ എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചോദ്യമുയരുന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് ഇത്ര വിരോധം? ശിവൻകുട്ടി ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ സുരേഷ് ഗോപിയെ നന്നായി വിമർശിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുമുണ്ട്. സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന പ്രയോഗം നടത്തിയ പ്രസംഗത്തിൽ തന്നെ ആ വിഷമം സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇവരെല്ലാവരും ഒരു ബാച്ച് ആയിരുന്നു എന്ന കാര്യം മനസ്സിലാകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് 5 വർഷം. ഞാൻ 2 വർഷം പ്രീ ഡിഗ്രിക്ക് ഞാനും സുരേഷ് ഗോപിയും പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. കഴിഞ്ഞ് സുരേഷ് ബോട്ടണി ഐച്ഛിക വിഷയമായി എടുത്തു, ഞാൻ കെമിസ്ട്രി. എന്നാലും ഫാത്തിമ കോളേജിൽ തന്നെ ഉണ്ട്. പക്ഷെ അന്ന് സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ പോയിട്ട് ഒരു ഫിലിം സ്റ്റാർ പോലും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം അദ്ദേഹത്തിന്റെ നേച്ചർ അങ്ങനെയായിരുന്നു. രഹന ഫാത്തിമ ശബരിമല കയറാൻ പോകുന്നതിന് മുൻപ് ബീഫ് കഴിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടു നിന്ന കൊല്ലം എം പി NK പ്രേമചന്ദ്രനും സുരേഷ് ഗോപിയും ഒരുമിച്ച് പഠിച്ചതാണെന്നുള്ള വിവരം ഇപ്പോഴാണ് അറിയുന്നത്. ഇവരെല്ലാവരും ഒരു കൂട്ടമാണെങ്കിൽ സ്വാഭാവികമായും ഒരേ അഭിരുചി ഉള്ളവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളതിന് പ്രത്യേക കാരണം അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസവും ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസവും എത്ര വരെയുണ്ടെന്ന് പരിശോധിച്ചു നോക്കണമെന്ന് തോന്നി. നമ്മുടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സമ്പന്ന കുടുംബത്തിൽ എല്ലാ സൗകര്യങ്ങളോടെയും പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. വിദ്യാഭ്യാസപരമായി സുരേഷ് ഗോപി പൂർത്തിയാക്കിയത് സുവോളജിയിൽ ബാച്ചിലർ ഓഫ് സയൻസ് ആണ്, അതായത് BSc. പരമാവധി പുള്ളിയുടെ കൈവശമുള്ളത് വിദ്യാഭ്യാസപരമായി അതുമാത്രമാണ്. എന്നാൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് സാമ്പത്തിക പരാധീനകൾക്കിടയിലും ശിവൻകുട്ടി എന്ന യാതൊരു പ്രിവിലേജുമില്ലാത്ത മനുഷ്യൻ അക്കാലത്ത് നേടിയത് ചെമ്പഴന്തി SN കോളേജിൽ നിന്ന് BA ബിരുദവും തുടർന്ന് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവുമാണ്. അതായത് സുരേഷ് ഗോപിയേക്കാൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു മടങ്ങധികം. സെക്കൻഡറി വിദ്യാഭ്യാസം പോലുമില്ല എന്ന് പലരും ആരോപിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന അക്കാദമിക് യോഗ്യതയാണ് ശിവൻകുട്ടിക്കുള്ളത്. അതിൻ്റെ ഒരു അസൂയ താങ്കൾക്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. പിന്നെ സുരേഷ് ഗോപിയെപ്പോലെ ആഗതനാവൂ, പ്രജകൾ ഉപവിഷ്ടരാവൂ, മൊഴിഞ്ഞാലും സ്ഫുടം ചെയ്തു പറയൂ, പൂണൂലിട്ട ബ്രാഹ്മണനാവണം എന്നൊക്കെ പറയേണ്ടതിന് പകരം ശിവൻകുട്ടി ഇപ്പോഴും പറയുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം സംസാരിച്ചു പരിചയിച്ച ഭാഷയാണ് എന്ന് മാത്രം. അതും ഇപ്പോൾ പ്രയോഗത്തിലുള്ള ഭാഷ മാത്രം. അല്ലാതെ പണ്ടത്തെ രാജാപ്പാട്ട് ബാലെ സാധനമല്ല അദ്ദേഹം സംസാര ഭാഷയായി ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മന്ത്രി വി ശിവൻകുട്ടിക്ക് പാർക്കിൻസൺ രോഗബാധയെ തുടർന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയാണ്. സ്കൂൾ തുടങ്ങാൻ മന്ത്രി വി ശിവൻകുട്ടി മാറിയിട്ട് പുതിയ വിദ്യാഭ്യാസ മന്ത്രി വരണം, എന്നിട്ട് ഞാൻ ആലോചിക്കാം എന്നൊക്കെ പറയുന്നത് അതിമോഹമല്ലേ സാർ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളും ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും നൽകുന്ന സ്റ്റേറ്റിൽ താങ്കളുടെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കൂടുതലല്ലേ സാർ? തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് പറയുന്നത് പോലെ കുട്ടികൾ പ്രധാനമായും പഠിക്കേണ്ടത് എന്താണെന്ന് സുവോളജിയിൽ, അതായത് സയൻസിൽ ബിരുദമെടുത്ത താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് സയൻസുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങളാണല്ലോ സാർ. നമ്മളെല്ലാവരും മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് എനിക്ക് ഇന്നലെ വട്ടവടയിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാർ, അവർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി പറഞ്ഞത്, ഒരു 30-35 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരമ്മ വന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ വട്ടവട എന്ന് പറയുന്നത് ദി അതർ സൈഡ്, ദി തമിഴ്നാടു സൈഡ് ഓഫ് കേരളാസ് വട്ടവട, മൂന്നാർ താണ്ടി 1.5 മണിക്കൂർ പോയി അവിടെ നിന്നാൽ നമുക്ക് കാണാവുന്നത് കമ്പം തേനി, ബോധി നായ്ക്കനൂർ, ബോധിമേടൊക്കെ കാണാം രാത്രിയായി കഴിഞ്ഞാൽ. അങ്ങനത്തെ സ്ഥലമാണ്. കൃഷിയെ അവലംബിച്ചും വിശ്വസിച്ചും മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം.
അതിദരിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ചുറ്റുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കുടിലിൽ താമസിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് തോന്നിപ്പോകും. അത്രയും തലകുനിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതാന്തരീക്ഷം ഞാൻ അഭിമന്യുവിന് ധാർമ്മികമായി കൊല ചെയ്ത കാലഘട്ടത്തിൽ 2017 വട്ടവടയിൽ പോയി ഈ അന്തരീക്ഷം കണ്ടതാണ്. അന്ന് ലൈഫ് മിഷനിൽ ഈ വീട് മുഴുവൻ ഞങ്ങൾ 400 ചില്ലുവാനം കുടുംബങ്ങൾക്കുള്ള വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞതിനേക്കാൾ ദരിദ്രമായ അവസ്ഥയിലാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയല്ല. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ ഈ അമ്മമാർ പറഞ്ഞ ആവശ്യങ്ങളിൽ ആശുപത്രി, ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററുള്ള ഒന്നൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആക്കി തരണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നാൽ അതിലുണ്ടാകുന്ന സൗകര്യ കൂടുതലുകളെക്കുറിച്ച് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മാത്രം പോകാൻ ഉള്ള സൗകര്യങ്ങളുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന വനിതയാണ് ഈ പറഞ്ഞ 35 വയസ്സുകാരി. പറയുന്നത് ഞങ്ങൾക്കൊരു മലയാളം മീഡിയം സ്കൂൾ ഇവിടെ വേണം. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിത് എങ്ങനെ സാധിക്കും? ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആയാലും ശരി തന്നെ UGCയുടെ ഒക്കെ എന്താണ് കെട്ടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഈ മലയാളം മീഡിയം സ്കൂൾ എന്തിനാണ് നിങ്ങൾക്ക്? നിങ്ങൾ തമിഴ് പഠിച്ചാൽ പോരെ, തമിഴ് മീഡിയം സ്കൂളേ അവിടെ ഉള്ളൂ. പറഞ്ഞു, സാർ ഇത് കേരള, ഇങ്ങ മലയാളം கற்றுக்கணும், மலையாளம் தெரிஞ்சாதான் நாங்கள் மலையாளி, எங்களுக்கு கேரளாவில் வேலை கிடைக்கும். மலையாளம் സർട്ടിഫിക്കറ്റ് വേണം, ഇല്ലെങ്കിൽ ജോലി കിട്ടില്ല. അപ്പോൾ ഒരു ഭാഷയുടെ മേൽ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഏത് ദിക്കിലാണ് നിഷ്കർഷിക്കപ്പെടുന്നത്? അവർക്ക് തമിഴ് പഠിച്ച് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്യാനൊക്കത്തില്ല. അവിടെയും ഈ പറയുന്ന എന്താ സ്റ്റേറ്റ്ഹുഡ് അല്ലേ, ഡൊമിസിലിറ്റി വിൽ ബി ക്വസ്റ്റ്യൻഡ്. അപ്പോൾ ഈ വിഷയം തരണം ചെയ്യാൻ ഞങ്ങൾക്കൊരു മലയാളം സ്കൂൾ വേണമെന്നിടത്താണ് ഞാൻ ആ ഒരു കമൻറ്റ് പറഞ്ഞത്. അത് പക്ഷേ മനസ്സിലാക്കണമെങ്കിൽ ആ ആവശ്യത്തിൻ്റെ ആഴവും വൈകാരികതയും മനസ്സിലാക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വേണം. ഇതേ ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൂ, അല്ല ഞാൻ അതിലേക്കല്ല വന്നത്. അപ്പോൾ മലയാള ഭാഷ എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതെന്നല്ല, ജീവിതത്തിലേക്ക് ആവശ്യമായി അത്യാവശ്യമായി അനിവാര്യതയായി മാറുന്നത് എന്ന് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും സബ്ജക്റ്റ് വിട്ട് ഞാൻ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മലയാളത്തിൻ്റെ പ്രസക്തി, ഞാനിന്ന് മലയാള സിനിമാ നടനാണ്. തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ ഹിന്ദിയിലോ നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ പ്രാവീണ്യം നേടിയത് കൊണ്ട് മാത്രമാണ്, മലയാളം സംസാരിച്ചുകൊണ്ട് എന്നിലെ കലാകാരനെ ഞാൻ പ്രദർശിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരുപക്ഷെ എനിക്ക് ഏതറ്റം വരെ എത്താൻ സാധിച്ചോ അവിടം വരെ എത്താൻ സാധിച്ചത്. ഞാൻ എൻ്റെ അമ്മ മലയാളത്തെ നമിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഞാൻ നേരത്തെ അമ്മ ഉദ്ദേശിച്ച ഒരു ശുദ്ധമായ ഉദ്ദേശമുണ്ടല്ലോ, ഇത് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾ, ഇംഗ്ലീഷ് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ, അവിടുത്തെ കതിനവെടി പൊട്ടിക്കുന്നതിന് ഞാനും അവിടെ പോയി 100ഉം 1000ഉം ഒക്കെ കതിനയൊക്കെ കാശ് കൊടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല. അത് ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ച് വായിച്ചപ്പോഴാണ് ചില വരികൾ തട്ടിയത്. അതിനകത്ത് അമ്പലപ്പുഴ വേലകളിയായാലും ശരി തന്നെ, വള്ളംകളിയുടെ ചരിത്രമായാലും ശരി, തൃശ്ശൂർ പൂരത്തിൻ്റെ ശക്തൻ തമ്പുരാൻ്റെ ചരിത്രമായാലും ശരി തന്നെ, ഇതെല്ലാം ആംഗ്ലേയത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അറിവ് എന്ന് പറയുന്ന വ്യാപ്തി, അല്ലെങ്കിൽ അറിവ് എത്തേണ്ട മേഖലയുടെ വ്യാപ്തി വല്ലാണ്ട് ഇത് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനെ സംബന്ധിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ശ്രീരാമസ്വാമിയെ തൃപ്രയാർ ചെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കതിന മുഴുവൻ ആ ജലത്തിലേക്ക് എടുത്തെറിഞ്ഞ ടിപ്പുവിനെ ഞെട്ടിച്ചുകൊണ്ട് വെള്ളത്തിന് അടിയിൽ കിടന്നുകൊണ്ട്, ജലത്തിനടിയിൽ കിടന്നുകൊണ്ട് ആ കതിനകൾ മുഴുവൻ പൊട്ടിത്തെറിച്ചെങ്കിൽ ആ ചരിത്രം ലോകമറിയണം, അല്ലേ? അതൊരു കടങ്കഥയൊന്നുമല്ല, ഒപ്പിച്ച കഥയൊന്നുമല്ല, അത് ലോകം അറിയണം. ഇങ്ങനെയുള്ള എത്രയോ ചേരമാൻ പെരുമാളും ഇതിനകത്തുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ? കേരളത്തിലെ മതേതരത്വത്തിൻ്റെ ആദ്യത്തെ ചിഹ്നം വിളി
ഒരുപക്ഷെ മുസിരീസൊക്കെ നിലനിൽക്കുന്നത് ഈ ഐതിഹ്യങ്ങളിൽ നിന്നാണ് അല്ലേ? ഐതിഹ്യം എന്ന് പറയുന്നതിൻ്റെ സത്യാംശത്തിൽ നിന്ന്. ഒരുപാട് ദൂരം സംസാരിച്ചു എന്നൊരു സംശയം. കാരണം ഇതിനേക്കാൾ മിടുക്കനായിട്ട് വേണുചേട്ടൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വർത്തമാനമാകുമ്പോൾ തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് ഏരിയാസിലും അത് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണ്, പ്രാവീണ്യം നേടിയ ആളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് ഞാൻ വഴിമാറിക്കൊടുക്കുന്നു. എനിക്ക് 4 മണിക്കെങ്കിലും ഇവിടുന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പം 4:05 എന്നാലും ഒരു 5 മിനിറ്റ് ഞാനൊന്ന് കേട്ടിട്ട് ഞാൻ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകും. എല്ലാവർക്കും എൻ്റെ സ്നേഹം. എല്ലാവരും ഈ എഴുത്ത് അംഗീകരിക്കട്ടെ, അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പെൻഗ്വിൻ റാൻഡം ഹൗസിനും ശ്രീകുമാരി അമ്മയ്ക്കും ഭാവുകങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ രചനകൾ ഉണ്ടാവട്ടെ, മലയാളത്തിലായാലും ആംഗ്ലേയത്തിലായാലും. നന്ദി, നമസ്കാരം.